നീ ഇങ്ങോട്ട് നീ വാളിയാ. രാവിലെ രണ്ടെണ്ണം വലിച്ചിട്ട് വരാം, നല്ല നടപ്പല്ലേ. ഇത് വിടില്ല, മറ്റേ അമ്മൂടെ ആകുമ്പോ സാധനം കിട്ടും. റോഡൊന്നും ശരിയാക്കാറില്ല. എത്ര വർഷം ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തോട്ടില്ലേ സാരമില്ലടാ, അതങ്ങ് മാറും. കുറച്ച് കഴിഞ്ഞു നമുക്ക് തിരിച്ചു പോവാം. ഇന്നത്തെ പോക്ക് തുടങ്ങി. തിരിച്ചൊരു എന്താ നാടും. തിരക്കിക്കോടാ, അവൻ്റെ സ്ഥലം വരെ പോകണം. എങ്ങനെടാ പോണേ? ബൈക്കിലാടാ, എനിക്ക് പോകണമെന്നില്ല. പിന്നെ നോക്കിയും കണ്ടുമൊക്കെ പൊക്കോ, റോഡ് മുഴുവൻ കുഴിയാ. ആ അവന്തോ വരുന്നു. ആളിയാ പോകാം. ആരെ കാണാൻ പോവാളിയാ? വരുന്നളിയാ. പോകുന്നതൊക്കെ കൊള്ളാം, ഹെൽമെറ്റ് ഒക്കെ വെച്ചോണേ. കിറുക്കന്മാര് ക്യാമറ ഒക്കെ ഉള്ളതാണ്. ടാക്സ് ഒക്കെ അടച്ചിട്ടല്ലേ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. ഈ കാശൊക്കെ ഉമ്മാര് നേരെ ചെലവാക്കിയിരുന്നത് നല്ല റോഡും ആയാലും നല്ല യാത്രയായാലും. നീ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഏതാ നിന്റെ വണ്ടി? അതൊക്കെ ശരിയാ, കൃത്യമായുള്ള സൈൻ ബോർഡോ സിഗ്നലുകളോ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ സ്പീഡ് ക്യാമറ എല്ലായിടത്തും വെച്ച് എല്ലാവർക്കും പെറ്റിയടിച്ച് കൊടുക്കുക. സാധാരണ ഇത് അപകട മേഖലയിൽ വെച്ച് സിഗ്നൽ കൊടുത്തിട്ട് വേണം ഇത് വെക്കാനുള്ളത്. ഇത് ചുമ്മാതെ വാരിപ്പറക്കി എല്ലാവർക്കും പെറ്റിയടിച്ച് കൊടുക്കുക. ഇത് റോഡിലാണെങ്കിലും സീബ്ര ക്രോസ് ഉണ്ട്. സീബ്ര ക്രോസ് ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടോ? ക്രോസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ക്രോസ് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കായാലും യാത്രക്കാർക്കായാലും ധൈര്യപൂർവ്വം ക്രോസ് ചെയ്യുകയും ചെയ്യാം. വരുന്ന വണ്ടികളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്ത് ശീലിക്കണം. നമ്മളിവിടെ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞ് എന്തിനാണ് സമയം കളയുന്നത്? നമുക്കോ ഞാൻ പോയി വണ്ടി എടുത്തോണ്ട് ആ പോട്ടോ. എന്നാ ശരിടാ.